സിംബാബ്വെ സീരീസിൽ പ്ലേയിങ് 11-ൽ സഞ്ജുവിന് അവസരം. ശ്രീലങ്കൻ മുൻ സൂപ്പർ താരം കോച്ചായി എത്തുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വാർത്ത ഇന്ത്യയുടെ ശ്രീലങ്കയുമായിട്ടുള്ള സീരീസിനെ കുറിച്ചാണ്. റിപ്പോർട്ടുകൾ പ്രകാരം രോഹിത്, കോഹ്ലി, ബുംറ തുടങ്ങിയ താരങ്ങൾക്ക് ODI സീരീസിൽ റെസ്റ്റ് അനുവദിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ രാഹുൽ അല്ലെങ്കിൽ ഹാർദിക് ആയിരിക്കും ടീമിനെ നയിക്കുക. ഈ സീരീസിന് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുന്നതാണ്. ഇനി ഈ സീരീസിനുള്ള ശ്രീലങ്കയെ നോക്കിയാൽ അവരുടെ മുൻ സൂപ്പർ താരമായ സനത്ത് ജയസൂര്യയെ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ വാർത്തകൾ നോക്കിയാൽ ഇന്ത്യയുടെ മാച്ച് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശുമായി ഫെബ്രുവരി 20, ന്യൂസിലാൻഡുമായി ഫെബ്രുവരി 23, പാകിസ്ഥാനുമായി മാർച്ച് 1 തുടങ്ങിയ തീയതികളിലാവാം മത്സരം നടക്കുന്നത്. മറ്റൊരു വാർത്ത ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണറിൻ്റെയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ താൻ അവൈലബിൾ ആണെന്ന് ടീമിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സിംബാബ്വെ സീരീസിനെക്കുറിച്ച് നോക്കിയാൽ അടുത്ത മാച്ച് മുതൽ സഞ്ജു സാംസൺ, ജയ്സവാൾ, ശിവം ദുബെ തുടങ്ങിയ താരങ്ങൾ സെലക്ഷൻ വേണ്ടി ഉണ്ടാവുന്നതാണ്. ഒരുപക്ഷെ ധ്രുവ് ജൂരലിനെ ടീമിൽ നിന്ന് മാറ്റി സഞ്ജുവിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിക്കാനുള്ള സാധ്യതയും അധികമാണ്. ഇനി IPL വാർത്തകൾ നോക്കിയാൽ KKRന്റെ മെന്റർ സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡിനെ ടീം സമീപിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നുള്ള കൂടുതൽ വാർത്ത പിന്നീട് എത്തുന്നതാണ്. അവസാനത്തെ വാർത്ത നോക്കിയാൽ അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ ടീമുകൾ ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ വെച്ച് ODI ട്രൈ സീരീസ് കളിക്കുന്നതാണ്.